നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എൻ്റെ തലയിൽ, എൻ്റെ ചിന്തയിൽ എലിമിനേഷൻ എന്ന വാക്കില്ല. എൻ്റെ വൊക്കാബുലറിയിൽ എലിമിനേഷൻ എന്നൊരു വാക്കില്ല. വിജയം മാത്രം ലക്ഷ്യം വെച്ചാണ് തങ്ങൾ ഇറങ്ങുന്നത് എന്ന് ഹാവിയർ മഷറാനോ ലിയോ മെസ്സിയെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ആവേശം അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇന്ന് MLS കോൺഫറൻസ് സെമി ഫൈനൽ നടക്കുകയാണ്. സിൻസിനാറ്റിക്കെതിരെ ഇന്റർ മയാമി ഇറങ്ങുന്നു. സിൻസിനാറ്റിയുടെ മൈതാനത്താണ് കളി നടക്കുന്നത്. ഇന്ന് രാത്രിയാണ് US മത്സരം. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 3:30 ഈ കളി നടക്കുന്നത്. കോൺഫറൻസ് സെമി ഫൈനലാണ്. ഒരു പക്ഷേ ലിയോ മെസ്സി ഇന്റർ മയാമിയിലേക്ക് എത്തിയിട്ട് MLS കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണിത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഫറൻസ് സെമി ഫൈനലിലേക്കൊക്കെ അവർ എത്തുന്നത്. ഏതായാലും അതിനൊക്കെ പുറകിൽ പ്രവർത്തിച്ചത് ലിയോ മെസ്സിയാണ് എന്നെല്ലാവർക്കും അറിയാം. കഴിഞ്ഞൊരു 5-6 കളികളായിട്ട് 17 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് മെസ്സി നൽകിയത്. 10 ഗോളുകളും 7 അസിസ്റ്റും. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇങ്ങനെ പരാജയം, പുറത്താവുക, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എൻ്റെ ചിന്തയിലില്ല, എൻ്റെ വൊക്കാബുലറിയിലില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ ഹാവിയർ മഷറാനോയെ പ്രേരിപ്പിച്ചതും. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകാം. പരാജയം, പുറത്താവുക എന്നുള്ളത് എൻ്റെ ചിന്തയിലില്ല, അങ്ങനെയൊന്നും എൻ്റെ വൊക്കാബുലറിയിലുമില്ല. ഞങ്ങൾ നന്നായിട്ട് ഈ ഒരു മത്സരത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ്. സോ എല്ലാ വിശ്വാസത്തോടെയും കൂടി എല്ലാത്തിനും റെഡി ആയിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. കോൺഫറൻസ് ഫൈനലിൽ നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ കളിക്കും എന്ന് എനിക്കുറപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഇന്റർനാഷണൽ ബ്രേക്കിൽ അർജന്റീനക്കൊപ്പം കളിക്കാൻ പോയ ലിയോ മെസ്സിയും റോഡ്രിഗോ ഡിബോളും ഒക്കെ മടങ്ങിയെത്തി വളരെ ഫ്രഷ് ആയിട്ടാണ് ഇപ്പോഴുള്ളതെന്നും അവർ നല്ല രൂപത്തിൽ കഴിഞ്ഞ വീക്കിൽ മുഴുവനും ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ദേ വെയർ ഓൾറെഡി ട്രെയിനിങ് വിത്ത് അസ് ഓൺ മൺഡേ. അതുകൊണ്ട് തന്നെ അത് ടീമിനൊരു ബിഗ് അഡ്വാൻറ്റേജ് തന്നെയാണ്. അതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതേസമയം ചില താരങ്ങളുടെ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇയാൻ ഫ്രേ അദ്ദേഹത്തിന് ജമൈക്കക്കെതിരെയുള്ള കളിക്കുമ്പോൾ ആ ഒരു കളിയിൽ ഒരു നോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അവൈലബിൾ ആകുമോ എന്നുള്ളത് ഇനി മെഡിക്കൽ സ്റ്റാഫ് തീരുമാനിക്കും. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.